ഹലോ കുട്ടികളെ, അപ്പം നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 10th സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷിലെ ചാപ്റ്റർ ആയിട്ടുള്ള വാർ ബൈ ലൂഗി പിറാൻഡലോ. ലെറ്റ്സ് റീഡ് ആൻഡ് റിഫ്ലക്ട്. Another day in paradise paints a heart-rending picture of the suffering of the homeless. ഇപ്പം നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചത് അനദർ ഡേ ഇൻ പാരഡൈസ് എന്ന് പറഞ്ഞ സോങ്ങിൽ പഠിച്ചത് ഒരു വീടില്ലാതെ ഒരു സ്ത്രീ അവരുടെ പൂർണ്ണമായ ജീവിതത്തെയും ഹൃദയഭേദകമായിട്ട് അവതരിപ്പിക്കുകയാണ് കവി ചെയ്തിട്ടുള്ളത്. ദാരിദ്ര്യവും കഷ്ടപ്പാടുമാണ് ഗാനത്തിൽ ശക്തമായി ചിത്രീകരിച്ചിട്ടുള്ളത്. നൗ തിങ്ക് അബൌട്ട് ഹൗ പീപ്പിൾ വുഡ് ഫീൽ വെൻ ദേ ലോസ് സംവൺ ഇമ്പോർട്ടൻറ്റ് ടു ദം. അപ്പോൾ ഇതൊന്ന് ചിന്തിച്ചു നോക്കൂ. നമുക്ക് അത്രയേറെ പ്രിയപ്പെട്ട, നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളെ നഷ്ടപ്പെടുമ്പോൾ നമുക്കുണ്ടാവുന്ന വേദന ഒന്ന് ആലോചിച്ച് നോക്കൂ എന്നാണ് പറയുന്നത്. ഹൗ വുഡ് ദേ എക്സ്പ്രസ് ദെയർ ഇമോഷൻസ് ആൻഡ് ഷെയർ ദെയർ ഫീലിങ്സ്. അവരവരുടെ വികാരങ്ങളും ദുഃഖവും എങ്ങനെയാണ് പ്രകടിപ്പിക്കുക, ആരോടാണ് അവരുടെ ഫീലിങ്സ് ഒക്കെ ഷെയർ ചെയ്യുക എന്നാണ് ചോദിക്കുന്നത്. ഹൗ വുഡ് ദേ ഫൈൻഡ് ദ സ്ട്രെങ്ത് ടു മൂവ് ഓൺ. ആ വേദനയെ മറികടന്ന് മുന്നോട്ട് പോകാൻ അവർക്ക് എങ്ങനെ ധൈര്യം കണ്ടെത്തും. ലെറ്റ്സ് റീഡ് എ സ്റ്റോറി ബൈ ലൂഗി പിറാൻഡലോ വിച്ച് എക്സ്പ്ലോർസ് ഹൗ പീപ്പിൾ ഗ്രാബിൾ വിത്ത് ലോസ് ആൻഡ് ഗ്രീഫ് ഇൻ ടൈംസ് ഓഫ് വാർ. അപ്പോൾ നമുക്ക് പഠിക്കാൻ പോകുന്നത് വാർ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററാണ്. അപ്പോൾ ഈ സ്റ്റോറിയിൽ പറയുന്നത് യുദ്ധകാലത്ത് ആളുകൾ എങ്ങനെയാണ് ദുഃഖത്തെയും നഷ്ടങ്ങളെയും നേരിടുന്നതെന്ന് വിവരിക്കുന്ന ഒരു സ്റ്റോറിയാണ്. ബൈ ലൂഗി പിറാൻഡലോൻ്റെ സ്റ്റോറി വായിക്കാം. The passengers who had left Rome by the night express had to stop until dawn at the small station of Fabriano. റോമിൽ നിന്ന് രാത്രി ട്രെയിനിൽ യാത്ര തിരിച്ച യാത്രക്കാർ ഫാബ്രിയാനോ എന്ന ചെറിയ സ്റ്റേഷനിൽ പുലർച്ചെ വരെ കാത്തിരിക്കേണ്ടി വന്നു. They then need to continue their journey by the old-fashioned local train to Sulmona. അതിനുശേഷം അവർ സുൽമോണയിലേക്കുള്ള പഴയ ലോക്കൽ ട്രെയിനിൽ യാത്ര തുടരണം. At dawn, in a stiffy and smoky second-class carriage in which a few people had already spent the night, a stout woman in deep mourning was hoisted in. പുക നിറഞ്ഞും ശ്വാസം മുട്ടിക്കുന്നതുമായ 2ാം ക്ലാസ് ബോഗിയിലേക്ക് ഭയങ്കര വിഷമത്തിൽ ദുഃഖത്തിൽ ആഴുന്ന ഒരു സ്ത്രീയെ കയറ്റി. Behind her, puffing and mourning, followed her husband, a tiny man, thin and weak, his face death white. അപ്പോൾ ഈ സ്ത്രീക്ക് പിന്നാലെ തന്നെ അയാളുടെ ഹസ്ബൻഡും വന്നു. അവർ വളരെ ക്ഷീണിതനും ദുർബലനുമായിരുന്നു. മുഖം മരിച്ചവനെ പോലെ വെളുത്തിരുന്നു. His eyes were small and bright and he looked shy and uneasy. അവൻ്റെ കണ്ണുകൾ ചെറുതും തിളക്കമുള്ളതുമായിരുന്നു. അവൻ ലജ്ജയോടെയും അസ്വസ്ഥതയോടെയും കാണപ്പെട്ടു. ഷൈ എന്ന് പറഞ്ഞാൽ ലജ്ജ, അണീസി എന്ന് പറഞ്ഞാൽ അസ്വസ്ഥത. അപ്പോൾ ആദ്യം ഒരു ലേഡി കയറി, അവരാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ദുഃഖത്തിലാണ്. അതിന് പിന്നാലെ അവരുടെ ഹസ്ബൻഡും കയറി, അയാളും മരിച്ച ആളുകളെ പോലെ വിളറിയിരിക്കുകയാണ്. Having at last taken a seat, he politely thanked the passengers who have helped his wife by making room for her. അപ്പോൾ അവർക്ക് അവസാനമായിട്ട് സീറ്റ് കിട്ടി. ഒടുവിൽ ഇരിക്കാൻ കഴിഞ്ഞപ്പോൾ ഭാര്യയ്ക്കും സീറ്റ് കിട്ടിയപ്പോൾ ആ ഹസ്ബൻഡ് ആ യാത്രക്കാരോട് വളരെ വിനയത്തോടെ നന്ദി പറഞ്ഞു. Then he turned round to the woman and politely inquired, "Are you okay, dear?" അതിനുശേഷം ഭാര്യയും ഭർത്താവും സീറ്റിലിരുന്നതിന് ശേഷം ഭർത്താവ് ഭാര്യയുടെ അടുത്ത് ചോദിക്കുകയാണ്, നിനക്ക് സുഖമാണോ, നീ ഓക്കെ ആണോ എന്ന് ചോദിക്കുകയാണ് സ്നേഹത്തോടെ. The wife, instead of answering, pulled up the collar of her coat to hide her face. മറുപടി പറയാതെ തന്നെ ഭാര്യ തൻ്റെ മുഖം കോട്ടുകൊണ്ട് കോളറിലൂടെ മറച്ചു. ഹസ്ബൻഡ് ചോദിക്കാൻ നീ ഓക്കെ ആണോ എന്ന് ചോദിക്കുമ്പോൾ ഈ വൈഫ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ മുഖം കോട്ടിൻ്റെ കോളർ കൊണ്ട് മറച്ചിരിക്കുകയാണ്. നാസ്റ്റി വേൾഡ്, muttered the husband with a sad smile. And he felt it his duty to explain to his travelling companion that the poor woman was to be pitied. ആ ദരിദ്രയായ സ്ത്രീയോട് കുറച്ച് കരുണ കാണിക്കണമെന്ന് ട്രാവലിംഗ് കമ്പാനിയൻസ് എന്ന് പറഞ്ഞാൽ സഹയാത്രികരോട് വിശദീകരിക്കുന്നത് തൻ്റെ കടമയാണെന്ന് അയാൾക്ക് കരുതി. ഹസ്ബൻഡ് കരുതാണ് ഈ ഒപ്പമുള്ള വൈഫിന് പ്രശ്നം എന്നുള്ളത് ഒപ്പമുള്ള ട്രാവലിംഗ് കമ്പാനിയൻസിനോട് കൂടെ യാത്ര ചെയ്യുന്നവരോടും കൂടെ പറയേണ്ടത് തൻ്റെ ഡ്യൂട്ടിയാണെന്ന് അയാൾക്ക് തോന്നി.
The war was taking away from her their own only son, a boy of 20. ഈ യുദ്ധം കാരണം അവരുടെ 20 വയസ്സുള്ള ഏക മകനെ അവരിൽ നിന്ന് കൊണ്ടിരിക്കുകയായിരുന്നു. Both of them had devoted their entire life to him. ആ അച്ഛനും അമ്മയും അവരുടെ രണ്ടുപേരുടെ ജീവിതവും ആ ഒരൊറ്റ മകന് വേണ്ടി അവരുടെ വളർച്ചയ്ക്ക് വേണ്ടി സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. They had even broken up their home at Salmona to follow him to Rome, where he had to go as a student. അപ്പോൾ ഇവരുടെ മകൻ പഠിക്കുന്നത് റോമിലായിരുന്നു. അപ്പോൾ ആ റോമിൽ മകൻ്റെ കൂടെ പോകാനായിട്ട് അവർ സൽമോണയിലെ വീട് വിട്ടുകൊണ്ട് അവൻ്റെ കൂടെ റോമിലേക്ക് പോയി. They allowed him to volunteer for war with an assurance that for at least 6 months he would not be sent to the war front. കുറഞ്ഞത് 6 മാസം വരെ യുദ്ധഭൂമിയിലേക്ക് അയക്കില്ല എന്ന ഉറപ്പോടെ അവർ മകനെ യുദ്ധത്തിൽ ചേരാൻ അനുവദിച്ചു. And now all of a sudden they received a wire from him saying that he was due to leave in 3 days' time. എന്നാൽ പെട്ടെന്ന് 3 ദിവസത്തിനകം യുദ്ധഭൂമിയിലേക്ക് പോകുമെന്ന് പറഞ്ഞ് മകൻ്റെ ടെലിഗ്രാം ലഭിച്ചു അവർക്ക്. They were now going to see him off. അപ്പോൾ മകനെ കാണാനായിട്ട് പോവുകയാണ് ഈ അച്ഛനും അമ്മയും. The woman was twitching and wriggling, at times growling like a wild animal. ആ സ്ത്രീ വേദന കൊണ്ട് തിരിഞ്ഞും മറിഞ്ഞും ചിലപ്പോൾ കാട്ടുമൃഗത്തെ പോലെ കരഞ്ഞും ഇരുന്നു. She felt certain that all those explanations would not have aroused even a shadow of sympathy from those people. ഈ വിശദീകരണങ്ങൾ ആ യാത്രക്കാരിൽ ചെറിയൊരു സഹാനുഭൂതി പോലും ഉണ്ടായില്ല എന്ന് ആർക്ക് തോന്നി? ആ അമ്മയ്ക്ക് തോന്നി. They were all most likely in the same plight as herself. അവരൊക്കെ തന്നെ പോലെ തന്നെ ദുഃഖത്തിലായിരുന്നുകൊണ്ട് പോലെയാണ് ആ അമ്മയ്ക്ക് തോന്നിയത്. You should thank God that your son is leaving for the front only now. നിങ്ങളുടെ മകൻ ഇപ്പോഴാണ് യുദ്ധഭൂമിയിലേക്ക് പോകുന്നതെന്ന് അതിനാൽ ദൈവത്തോട് നന്ദി പറയണം. Mine had been sent there the first day of the war. അപ്പോൾ വേറൊരാൾ പറയാണ്, നിങ്ങളുടെ മകനെ ഇപ്പോഴല്ല യുദ്ധഭൂമിയിലേക്ക് പോകുന്നത്, എൻ്റെ മകനൊക്കെ ഈ വാറ് തുടങ്ങുന്ന ഫസ്റ്റ് ഡേ തന്നെ പോയിട്ടുണ്ടെന്ന് പറയാണ്. He has already come back twice wounded and been sent back again to the war front. അവൻ 2 തവണ പരിക്കേറ്റ് തിരികെ വന്നിട്ടും വീണ്ടും യുദ്ധഭൂമിയിലേക്ക് അയക്കപ്പെട്ടു. അയാൾ പറയണ, എൻ്റെ മകൻ വാറിൻ്റെ ഫസ്റ്റ് ഡേ തന്നെ പോവുകയും ചെയ്തു. 2 വട്ടം അവനെ മുറിയും മറ്റുമായിട്ട് തിരികെ പരിക്കേൽപ്പിച്ചിട്ട് തിരികെ വന്നിട്ട് വീണ്ടും അത് മാറിയതിനു ശേഷം വീണ്ടും അവൻ യുദ്ധഭൂമിയിലേക്ക് അയക്കപ്പെട്ടു എന്ന്. What about me? I have 2 sons and 3 nephews at the front, said another passenger. അപ്പോൾ വേറൊരു പാസഞ്ചർ പറയാണ്, എന്നെക്കുറിച്ച് ഞാൻ എന്താ പറയേണ്ടത്? എനിക്ക് 2 മക്കളും 3 അനന്തരവന്മാരുണ്ട്. നെഫ്യൂസ് എന്ന് പറഞ്ഞാൽ അനന്തരവന്മാരാണ്. എല്ലാവരും യുദ്ധഭൂമിയിലേക്ക് അയച്ചിട്ടുണ്ട്. അവരെല്ലാവരും യുദ്ധഭൂമിയിലുണ്ട് എന്ന് മറ്റൊരു യാത്രക്കാരൻ പറയാണ്. മേ ബി ബട്ട് ഇൻ അവർ കേസ് ഇറ്റ്സ് ഓൺലി അവർ ഓൺ സൺ വെഞ്ചൂർ ദ ഹസ്ബൻഡ്. പക്ഷേ നിങ്ങളെ പോലെയല്ല, നിങ്ങൾക്ക് 2-3 മക്കളുണ്ടല്ലോ. എനിക്ക് ആകെ ഒരൊറ്റ മകനുള്ളൂ. എൻ്റെ കാര്യം വ്യത്യസ്തമാണ്, ഞങ്ങളുടെ കാര്യവും വ്യത്യസ്തമാണ്. അവൻ ഞങ്ങളുടെ ഏക മകനാണെന്ന് ഭർത്താവ് മടിച്ചുകൊണ്ട് പറഞ്ഞു. വാട്ട് ഡിഫറൻസ് ക്യാൻ ഇറ്റ് മേക്ക്? അപ്പോൾ അവിടെ ഉള്ള ആൾ ചോദിക്കുകയാണ്, അതുകൊണ്ട് എന്ത് വ്യത്യാസമാണ് ഉണ്ടാകുന്നത്? യു മേ സ്പോയിൽ your only son by excessive attention, but you cannot love him more than you would love all your other children if you had any. അപ്പോൾ അവർ പറയണം, നിങ്ങളെ ഏക മകനെ നിങ്ങൾക്ക് ശ്രദ്ധയോടെയും സ്നേഹത്തോടെയും വളർത്താൻ കഴിയും. പക്ഷെ മറ്റു മക്കളുണ്ടായിരുന്നെങ്കിൽ അവരെക്കാൾ കൂടുതൽ സ്നേഹിക്കാൻ കഴിയില്ല. എല്ലാവരെയും ഒരുപോലെയല്ലേ സ്നേഹിക്കാനാവുള്ളൂ എന്ന് പറയാണ്. Parental love is not like bread that can be broken in pieces and split amongst the children in equal shares. മാതാപിതാക്കളുടെ സ്നേഹം അപ്പത്തെ പോലെ കഷ്ണങ്ങളാക്കി വിഭജിക്കാനാവില്ല എന്ന് വേറൊരു പാസഞ്ചർ പറഞ്ഞു. A father gives all his love to each one of his children without discrimination, whether it be 1 or 10. ഒരച്ഛൻ ഒരു മകനായാലും 10 മക്കളായാലും ഓരോരുത്തർക്കും മുഴുവൻ സ്നേഹവും നൽകും. If I am suffering now for my 2 sons, I am not suffering half for each of them, but double. അപ്പോൾ ഒരു പാസഞ്ചർ പറയാണ്, എനിക്ക് 2 മക്കളുണ്ട്,
അപ്പോൾ 2 മക്കൾക്ക് വേണ്ടിയിട്ട് പകുതി ദുഃഖിക്കാനാവില്ലല്ലോ. ഒരാൾക്ക് വേണ്ടി പകുതി ദുഃഖിക്കാനും അടുത്ത ആൾക്ക് വേണ്ടി പകുതി ദുഃഖിക്കാനും കഴിയില്ലല്ലോ. 2 പേർക്കും ഞാൻ ഇരട്ടിയായിട്ടാണ് ദുഃഖിക്കുന്നതെന്നാണ് ഒരു പാസഞ്ചർ പറയുന്നത്. അപ്പോൾ പറയാണ് ട്രൂ സൈറ്റഡ് ദ എംബ്രാസ്ഡ് ഹസ്ബൻഡ്. ശരിയാണെന്ന് ലജ്ജയോടെ ഭർത്താവ് നെടുവീർപ്പിട്ടുകൊണ്ട് പറയാണ്. ഈ പേജിൽ ടഫ് വേർഡ്സ് ഏതൊക്കെയാന്ന് പറഞ്ഞാൽ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ കടമ, ട്രാവലിംഗ് കമ്പാനിയൻസ് എന്ന് പറഞ്ഞാൽ സഹയാത്രികർ, പിറ്റീഡ് എന്ന് പറഞ്ഞാൽ കരുണ കാണിക്കപ്പെടേണ്ട, ഡിവോട്ടഡ് എന്ന് പറഞ്ഞാൽ സമർപ്പിച്ചു, വോളണ്ടിയർ എന്ന് പറഞ്ഞാൽ സ്വമേധയാ ചേരുക, അഷുറൻസ് എന്ന് പറഞ്ഞാൽ ഉറപ്പ്, വാർ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ യുദ്ധഭൂമി, വയർ എന്ന് പറഞ്ഞാൽ ടെലഗ്രാം, സീ ഹിം ഓഫ് എന്ന് പറഞ്ഞാൽ യാത്ര അയക്കുക, വ്രിഗ്ലിംഗ് എന്ന് പറഞ്ഞാൽ തിരിഞ്ഞും മറിഞ്ഞു, ഗ്രൗളിംഗ് എന്ന് പറഞ്ഞാൽ മുരളുക ഓർ കരയുക, അറൗസ്ഡ് എന്ന് പറഞ്ഞാൽ ഉണർത്തുക, ഷേഡോ ഓഫ് സിമ്പതി എന്ന് പറഞ്ഞാൽ ചെറിയൊരു സഹാനുഭൂതി പോലും, പ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ ദുരവസ്ഥ, വൗണ്ടർ എന്ന് പറഞ്ഞാൽ പരിക്കേൽക്കുക, മുറിയാവുക, വെഞ്ചേർഡ് എന്ന് പറഞ്ഞാൽ മടിച്ചുകൊണ്ട്, എക്സസീവ് അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ അമിതമായ ശ്രദ്ധ, ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ വ്യത്യാസം കാണിക്കൽ, സൈഡ് എന്ന് പറഞ്ഞാൽ നെടുവീർപ്പിടുക, എംബ്രാസ്ഡ് എന്ന് പറഞ്ഞാൽ ലജ്ജിതമാവുക. അപ്പോൾ ആ ഹസ്ബൻഡ് പറയാണ്, നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ്, ബട്ട് സപ്പോസ് എ ഫാദർ ഹാസ് 2 sons അറ്റ് ദ ഫ്രണ്ട് ആൻഡ് ഹീ ലോസസ് വൺ ഓഫ് ദം, ദർ ഈസ് സ്റ്റിൽ വൺ ലെഫ്റ്റ് ടു കൺസോൾ ഹിം. അപ്പോൾ പറയാണ്, നിങ്ങൾക്ക് ഒരച്ഛന് 2 മക്കളുണ്ടെന്നുണ്ടെങ്കിൽ ആ 2 മക്കളിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ മറ്റൊരാളുണ്ടാവും ആ അച്ഛനെ സമാധാനിപ്പിക്കാൻ. പക്ഷെ ഞങ്ങളുടെ കേസിൽ അങ്ങനെയല്ല, ഞങ്ങൾക്ക് ആകെ ഒരു മകനുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ആ അച്ഛൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് ആകെ ഒരു മകനേ ഉള്ളൂ എന്ന് പറയാണ്. അപ്പോൾ വേറൊരാൾ പറയാണ്, എസ് ആൻസർഡ് ദ അതർ ഗെറ്റിംഗ് ക്രോസ്, എ സൺ ലെഫ്റ്റ് ടു കൺസോൾ ഹിം ബട്ട് ഓൾസോ എ സൺ ലെഫ്റ്റ് ഫോർ ഹും ഹി മസ്റ്റ് സർവൈവ് ഇൻ ഡിസ്ട്രസ്. അതെ, മറ്റൊരാൾ കോപത്തോടെ മറുപടി പറഞ്ഞു, അവനെ ആശ്വസിപ്പിക്കാൻ ഒരു മകൻ ശേഷിക്കും, പക്ഷെ അതേസമയം അവൻ വലിയ ദുഃഖത്തിൽ ജീവിച്ചിരിക്കേണ്ട മറ്റൊരു മകനും ഉണ്ടാവും. ഡോണ്ട് യു സീ ഹൗ മൈ കേസ് വുഡ് ബി വേഴ്സ് ദാൻ യുവേഴ്സ്. എൻ്റെ അവസ്ഥ നിങ്ങളുടേതിനേക്കാളും മോശമാണെന്ന് കാണുന്നില്ലേ? നോൺസെൻസ്, ഇൻട്രപ്റ്റഡ് അനദർ ട്രാവലർ. അസംബന്ധം, മറ്റൊരു യാത്രക്കാരൻ ഇടയിൽ കയറി പറഞ്ഞു. എ സ്റ്റൗട്ട് റെഡ് ഫേസ്ഡ് മാൻ വിത്ത് ബ്ലഡ് ഷട്ട് ഐസ്. ചുവന്ന മുഖവും ചുവന്ന കണ്ണുകളുള്ള സ്ഥൂലകായനായ ഒരാൾ എണീറ്റു. ഹി വാസ് പാൻഡിങ്. അയാൾ ശ്വാസം മുട്ടിക്കൊണ്ടിരുന്നു. ഫ്രം ഹിസ് ബൾക്കിംഗ് ഐസ് സീംഡ് ടു ബി സ്പേർഡ് ഇന്നർ വയലൻസ് ഓഫ് എൻ അൺകൺട്രോൾഡ് വിറ്റാലിറ്റി. അവൻ്റെ പുറന്തള്ളിയ കണ്ണുകളിൽ നിന്ന് അടക്കാനാകാത്ത വികാരങ്ങളുടെ ശക്തി പൊട്ടിത്തെറിക്കുന്നത് പോലെ തോന്നി. ഡു വി ഗീവ് ലൈഫ് ടു അവർ ചിൽഡ്രൻ ഫോർ അവർ ഓൺ ബെനിഫിറ്റ്? നമ്മളുടെ സ്വന്തം ലാഭത്തിനായിട്ടാണോ നമ്മളുടെ മക്കൾക്ക് ജന്മം നൽകുന്നത്? ദ അതർ ട്രാവലേഴ്സ് സ്റ്റേഡ് ആൻഡ് ഹിം ഇൻ ഡിസ്ട്രസ്. മറ്റ് യാത്രക്കാർ വിഷമത്തോടെ അയാളെ നോക്കി. അവർ ചിൽഡ്രൻ ഡു നോട്ട് ബിലോങ് ടു അസ്, ദേ ബിലോങ് ടു ദ കൺട്രി. നമ്മുടെ മക്കൾ നമ്മുടേതല്ല, അവർ രാജ്യത്തിൻ്റേതാണ്. ബോഷ് റിട്ടോർട്ടഡ് ദ സ്റ്റൗട്ട് ട്രാവലർ. അസംബന്ധം, ദേഷ്യം പിടിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. ഡു വി തിങ്ക് ഓഫ് ദ കൺട്രി വെൻ വി ഗിവ് ലൈഫ് ടു അവർ ചിൽഡ്രൻ? മക്കളെ ജനിപ്പിക്കുമ്പോൾ നാം രാജ്യത്തെക്കുറിച്ച് ചിന്തിക്കാറുണ്ടോ? വി ബിലോങ് ടു ദം ബട്ട് ദേ നെവർ ബിലോങ് ടു അസ്. നാം മക്കൾക്കുള്ളവരാണ്, പക്ഷെ അവർ ഒരിക്കലും മുഴുവനായി നമ്മുടേതല്ല. ആൻഡ് വെൻ ദേ റീച്ച് 20 ദേ ആർ എക്സാക്ട്ലി വാട്ട് വി വർ അറ്റ് ദെയർ ഏജ്. അവർ 20 വയസ്സാകുമ്പോൾ നാം ആ പ്രായത്തിലുണ്ടായിരിക്കുന്നത് പോലെ ആകും. The love of our country is still great, of course, but stronger than it is the love of our children. നമ്മുടെ രാജ്യത്തോടുള്ള സ്നേഹം വലുതാണ്, പക്ഷേ അതിനേക്കാൾ ശക്തമാണ് മക്കളോടുള്ള സ്നേഹം. Is there anyone of us here who wouldn't gladly take his son's place at the front if he could? ഇവിടെ ആരെങ്കിലും സ്വന്തം മകൻ്റെ പകരം യുദ്ധഭൂമിയിലേക്ക് പോകാൻ ആകാതിരിക്കുമോ? There was a silence all around. ചുറ്റുമെല്ലാം നിശബ്ദമായി. എവ്രിബഡി നോഡിങ് ആസ് ഇഫ് ടു അപ്രൂവ്. എല്ലാവരും സമ്മതിക്കുന്നത് പോലെ തലകുലുക്കി. Isn't it natural that at their age they should consider the love for their country even greater than their love for us? ആ പ്രായത്തിൽ അവർക്ക് രാജ്യസ്നേഹം മാതാപിതാക്കളോടുള്ള സ്നേഹത്തെക്കാൾ വലുതായി തോന്നുന്നത് സ്വാഭാവികമല്ലേ എന്ന് ചോദിക്കുകയാണ്.
അപ്പോൾ എന്താ സിനാരിയോ എന്ന് വെച്ചാൽ അവിടെ നമ്മളെ ഫസ്റ്റത്തെ ഹസ്ബൻഡ് പറയുകയാണ്, എനിക്ക് ആകെ ഒരു മകനുള്ളൂ, നിങ്ങൾക്കൊക്കെ 2-3 മക്കളുള്ളതുകൊണ്ട് ഒരാൾക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാലോ മരിച്ചു കഴിഞ്ഞാലോ മറ്റൊരാൾ ഉണ്ടാവും നിങ്ങളെ കൺസോൾ ചെയ്യാനും നിങ്ങളെ സമാധാനിപ്പിക്കാനും, എനിക്ക് ആകെ ഒരാളെ ഉണ്ടുള്ളൂ എന്ന്. അപ്പോൾ പെട്ടെന്ന് തന്നെ ദേഷ്യത്തിൽ ഒരാൾ എണീറ്റിട്ട് പറയുകയാണ്, നിങ്ങളൊക്കെ നിങ്ങളുടെ മക്കളെ നിങ്ങളുടെ സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ടാണോ അവർക്ക് ജന്മം നൽകിയത്? അവർ ഈ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടതാണ്. അവരുടെ ഈ പ്രായത്തിൽ നമ്മളെ പേരൻസിനേക്കാളും കൂടുതൽ സ്നേഹം തോന്നേണ്ടത് അവർക്ക് അവരുടെ രാജ്യത്തോടാണെന്ന് പറയുകയാണ്. ഇഫ് കൺട്രി ഈസ് എ നാച്ചുറൽ നെസസിറ്റി ലൈക്ക് ബ്രെഡ്, സംബഡി മസ്റ്റ് ഗോ ടു ഡിഫെൻഡ് ഇറ്റ്. അപ്പം പോലെ രാജ്യം ഒരു ബ്രെഡ് പോലെയോ നമുക്ക് അത്രയും അടിസ്ഥാന ആവശ്യമാണെങ്കിൽ അതിനെ സംരക്ഷിക്കാൻ ആരെങ്കിലും പോകണം. ആൻഡ് അവർ സൺസ് ഗോ വെൻ ദേ ആർ 20, ദേ ഡോണ്ട് വാണ്ട് ടിയേഴ്സ്. അവർ 20 വയസ്സിൽ യുദ്ധത്തിലേക്ക് പോകുന്നു, അവർക്ക് കണ്ണീര് വേണ്ട. ബിക്കോസ് ഇഫ് ദേ ഡൈ ഹാപ്പി, കാരണം അവർ മരിക്കുകയാണെങ്കിൽ സന്തോഷത്തോടെ ആയിരിക്കും മരിക്കുക എന്ന് പറയുന്നത്. കൺസോൾ എന്ന് പറഞ്ഞാൽ ആശ്വസിപ്പിക്കുക, ഡിസ്ട്രസ് എന്ന് പറഞ്ഞാൽ ദുഃഖം, ഗെറ്റിംഗ് ക്രോസ് എന്ന് പറഞ്ഞാൽ കോപിക്കുക, നോൺസെൻസ് എന്ന് പറഞ്ഞാൽ അസംബന്ധം, ഇൻട്രപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇടയിൽ കയറി തടസ്സപ്പെടുത്തുക, സ്റ്റൗട്ട് എന്ന് പറഞ്ഞാൽ സ്ഥൂലകായൻ, ബ്ലഡ് ഷെഡ് ഐസ് എന്ന് പറഞ്ഞാൽ ചുവന്ന കണ്ണുകളുള്ള, പാൻറ്റിംഗ് എന്ന് പറഞ്ഞാൽ ശ്വാസം മുട്ടൽ, ബൾജിങ് ഐസ് എന്ന് പറഞ്ഞാൽ പുറം തള്ളിയ കണ്ണുകൾ, വിറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ ജീവശക്തി, ബെനഫിറ്റ് എന്ന് പറഞ്ഞാൽ ലാഭം, സ്റ്റേഡ് എന്ന് പറഞ്ഞാൽ തുറിച്ചു നോക്കി, റിട്ടോട്ടൻ എന്ന് പറഞ്ഞാൽ തിരിച്ചറിഞ്ഞു, ഗ്ലാഡ്ലി എന്ന് പറഞ്ഞാൽ സന്തോഷത്തോടെ, അപ്രൂവ് എന്ന് പറഞ്ഞാൽ അംഗീകരിക്കുക, ഡിഫെൻഡ് എന്ന് പറഞ്ഞാൽ സംരക്ഷിക്കുക, നാച്ചുറൽ നെസസിറ്റി എന്ന് പറഞ്ഞാൽ അടിസ്ഥാന ആവശ്യം, ടിയേഴ്സ് എന്ന് പറഞ്ഞാൽ കണ്ണീർ, വാർഫ്രണ്ട് എന്ന് പറഞ്ഞാൽ യുദ്ധഭൂമി. അപ്പോൾ അദ്ദേഹം പറയാണ്, എവ്രി വൺ ഷുഡ് സ്റ്റോപ്പ് ക്രൈങ്, എവ്രി വൺ ഷുഡ് ലവ് ആസ് ഐ ഡു. എല്ലാവരും കരയുന്നത് നിർത്തണം, ഞാൻ ചെയ്യുന്നത് പോലെ എല്ലാവരും ചിരിക്കണം. ഓർ അറ്റ്ലീസ്റ്റ് താങ്ക് ഗോഡ് ആസ് ഐ ഡു ബിക്കോസ് മൈ സൺ ബിഫോർ ഡൈയിങ് സെൻഡ് മീ എ മെസ്സേജ്. ഒന്നെങ്കിൽ നിങ്ങൾ കരയാണ്ടിരിക്കൂ, എന്നെ പോലെ ചിരിക്കൂ, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് പോലെ ദൈവത്തോട് നന്ദി പറയണം, കാരണം മരിക്കുന്നതിന് മുമ്പ് എൻ്റെ മകൻ എനിക്കൊരു സന്ദേശം അയച്ചു. ഹി വാസ് ഡൈയിങ് സാറ്റിസ്ഫൈഡ് അറ്റ് ഹാവിങ് എൻഡഡ് ഹിസ് ലൈഫ് ഇൻ ദ ബെസ്റ്റ് വേ ഹി കുഡ് ഹാവ് വിഷ്ഡ്. താൻ ആഗ്രഹിച്ച ഏറ്റവും നല്ല രീതിയിൽ ജീവിതം അവസാനിപ്പിക്കാനായതിൽ അവൻ സന്തോഷവാനായിരിക്കും. ദാറ്റ് ഈസ് വൈ ആസ് യു സീ ഐ ഡു നോട്ട് ഈവൺ വിയറിങ് മോർണിംഗ്. അതിനാലാണ് നിങ്ങൾ കാണുന്നത് പോലെ ഞാൻ ദുഃഖവസ്ത്രം പോലും ധരിക്കാത്തത്. അപ്പോൾ അയാൾ നീച്ചുകൊണ്ട് പറയാണ്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? എല്ലാവരും കരച്ചിൽ നിർത്തൂ, അല്ലെങ്കിൽ എന്നെപ്പോലെ ദൈവത്തോട് നന്ദി പറയൂ. അവൻ്റെ ഏറ്റവും ബെസ്റ്റ് കൊടുത്തിട്ടാണ് അവൻ മരിക്കാൻ പോകുന്നത്. അതുപോരാഞ്ഞിട്ട് നിങ്ങൾ പാരൻസ് ആയിട്ടുള്ള നിങ്ങളെ അവൻ അറിയിച്ചിട്ടുണ്ട് ഇന്ന് ഫ്രണ്ടിലേക്ക് പോകുന്ന കാര്യം. സോ നിങ്ങൾ കരയാണ്ടിരിക്കുമോ, എല്ലാവരും ചിരിച്ചുകൊണ്ട് തന്നെ ഇരിക്കുമെന്ന് പറയുകയാണ്. ഒരാൾ നീട്ടിട്ട് നേരത്തെ ദേഷ്യത്തിൽ നീട്ട ആൾ പറയാണ്. ഹീ ഷുക്ക് ഹിസ് ലൈറ്റ് ഫോൺ കോട്ട് ആസ് ഇഫ് ടു ഷോ ഇറ്റ് ഓഫ്. തൻ്റെ ഇളം തവിട് നിറത്തിലുള്ള കോട്ട് കാണിക്കുന്നത് പോലെ അയാൾ കുലുക്കി. ഹിസ് ലിപ്സ് വേർ ട്രംബ്ലിംഗ്. അവൻ്റെ ചുണ്ടുകൾ വിറയ്ക്കുകയായിരുന്നു. ഹിസ് ഐസ് വേർ വാട്ടറി ആൻഡ് മോഷൻലെസ്. അവൻ്റെ കണ്ണുകൾ കണ്ണുനീർ നിറഞ്ഞതും നിശ്ചലവുമായിരുന്നു. ഹി എൻഡഡ് അപ്പ് വിത്ത് സ്റ്റിൽ ലോഫ് വിച്ച് മൈറ്റ് വെൽ ഹാവ് ബീൻ എ സോബ്. കരച്ചിലായി തോന്നാവുന്ന ഒരു ഉയർന്ന ചിരിയോടെയാണ് അയാൾ അവസാനിപ്പിച്ചത്. ക്വിറ്റ് സോ ക്വിറ്റ് സോ എഗ്രീഡ് അതേഴ്സ്. ശരിയാണ് എന്ന് മറ്റുള്ളവർ സമ്മതിച്ചു. ദ വുമൺ ബണ്ടിൽഡ് ഇൻ എ കോർണർ ഹാഡ് ബീൻ സിറ്റിംഗ് ആൻഡ് ലിസണിങ് ടിൽ ഹി ഫിനിഷ്ഡ്. ആ മൂലയിലിരുന്ന സ്ത്രീ അയാൾ പറയുന്നത് മുഴുവൻ ശ്രദ്ധിച്ചു കേട്ടുകൊണ്ടിരുന്നു. ഫോർ ദ ലാസ്റ്റ് 3 months ഷീ ഹാഡ് ബീൻ ട്രൈയിങ് ടു ഫൈൻഡ് ഇൻ ദ വേർഡ്സ് ഓഫ് ഹെർ ഹസ്ബൻഡ് ആൻഡ് ഹെർ ഫ്രണ്ട്സ് സംതിങ് ടു കൺസോൾ ഹെർ. കഴിഞ്ഞ 3 മാസമായി ഭർത്താവിൻ്റെയും സുഹൃത്തുക്കളുടെയും വാക്കുകളിൽ നിന്ന് ആശ്വാസം കണ്ടെത്താൻ അവർ ശ്രമിച്ചു. ഷീ വാണ്ടഡ് സംതിങ് ദാറ്റ് മൈറ്റ് ഷോ ഹെർ ഹൗ എ മദർ ഷുഡ് സെൻഡ് ഹെർ സൺ ടു എ പ്രോബബിൾ ഡേഞ്ചർ ഓഫ് ലൈഫ്. മകനെ മരണഭീഷണിയിലേക്ക് അയക്കുമ്പോൾ ഒരമ്മ എങ്ങനെ പെരുമാറണമെന്ന് കാണിച്ചു തരുന്ന എന്തെങ്കിലും അവൾ തേടി. ഹെർ ഗ്രീഫ് ഹാഡ് ബീൻ ഗ്രേറ്റർ ഇൻ സീയിങ് ദാറ്റ് നോബഡി ആസ് ഷീ തോട്ട് കുഡ് ഷെയർ ഹെർ ഫീലിങ്സ്. തൻ്റെ വികാരങ്ങൾ ആരും പങ്കിടുന്നില്ലെന്ന് അവർ കരുതിയതിനാൽ അവളുടെ ദുഃഖം കൂടിയിരുന്നു. ബട്ട് നൗ ദ വേർഡ്സ് ഓഫ് ദ ട്രാവലർ അമേസ്ഡ് ആൻഡ് ഓൾമോസ്റ്റ് സ്റ്റണ്ട് ഹെർ. പക്ഷെ ഇപ്പോൾ ആ യാത്രക്കാരൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ അവൾക്ക് അത്ഭുതപ്പെടുത്തുകയും ഞെട്ടുകയും ചെയ്തു. എന്താ ഉണ്ടായതെന്ന് വെച്ചാൽ ഈ ലേഡിക്ക് ആ കുട്ടിയുടെ അമ്മയ്ക്ക് ഒരു ഹസ്ബൻഡും വൈഫുമാണ് നമ്മൾ ജേണിയിൽ
കയറിയതെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ യാത്രയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇത്രയും ദിവസം 3 മാസത്തോളം തൻ്റെ ഹസ്ബൻഡും തൻ്റെ റിലേറ്റീവ്സും ഒക്കെ മോൻ ഓക്കെയാണ് എന്ന് പറഞ്ഞിട്ട് ഇവരിങ്ങനെ ആശ്വസിപ്പിക്കുമായിരുന്നു. പക്ഷെ അപ്പോഴൊന്നും എങ്ങനെയാണ് ഒരു അമ്മ യുദ്ധത്തിന് അയച്ച മകൻ്റെ അമ്മ എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടതെന്ന് അവർക്ക് അറിയില്ലായിരുന്നു. ഈ യാത്രക്കാരൻ അവർക്കത് പറഞ്ഞപ്പോൾ അവർക്ക് അതിലേറെ സമാധാനമാണ് ഉണ്ടായത്. അത് അവരെ അത്ഭുതപ്പെടുത്തുകയും ഞെട്ടിക്കുകയാണ് ചെയ്തത്. ഷീ സഡൻലി റിയലൈസ്ഡ് ദാറ്റ് ഇറ്റ് വാസൻറ്റ് ദ അതേഴ്സ് ഹൂ വർ റോങ് ബട്ട് ഹെർസെൽഫ്. മറ്റുള്ളവരല്ല, താനാണ് തെറ്റായി ചിന്തിച്ചതെന്ന് അവൾ പെട്ടെന്ന് മനസ്സിലാക്കി. ഇറ്റ് വാസ് ഷീ ഹൂ കുഡ് നോട്ട് റൈസ് അപ്പ് ടു ദ ഹൈറ്റ് ഓഫ് ദോസ് അതേഴ്സ് ഫാദേഴ്സ് ആൻഡ് മദേഴ്സ്. മറ്റു മാതാപിതാക്കളെ പോലെ ധൈര്യവും മനോബലവും തനിക്കില്ലെന്ന് ആ അമ്മ തിരിച്ചറിഞ്ഞു. They seemed willing to resign themselves without crying, not only to the departure of their sons, but even to their death. മക്കളുടെ യാത്ര മാത്രമല്ല, അവരുടെ മരണവും കണ്ണീരില്ലാതെ സ്വീകരിക്കാൻ അവർ തയ്യാറാണെന്ന് തോന്നി. ആ അമ്മയ്ക്ക് സ്വയം തോന്നുകയാണ്, അവർക്ക് കണ്ണീരൊന്നും ഇല്ലാതെ തന്നെ അവർ മക്കളുടെ യാത്ര മാത്രമല്ല, അവരുടെ മരണവും കണ്ണീരിലില്ലാതെ സ്വീകരിക്കാൻ അവർ തയ്യാറാവാണ്. She lifted her head and bent over from her corner. അവൾ തലയുയർത്തി ശ്രദ്ധയോടെ മുന്നോട്ട് ചായ്ച്ചു. She was trying to listen with a great attention to the details. അവൾ വളരെ ശ്രദ്ധയോടെ വിവരങ്ങൾ കേൾക്കാൻ ശ്രമിച്ചു. He was telling them the way his son had fallen as hero for his country, happy and without regrets. തൻ്റെ മകൻ രാജ്യത്തിനായി സന്തോഷത്തോടെയും പശ്ചാത്താപമില്ലാതെയും ഒരു വീരനായി മരിച്ചുവെന്ന് അയാൾ പറഞ്ഞു. It seemed to her that she had stumbled into a world so far unknown to. ഇതുവരെ അറിയാത്ത ഒരു പുതിയ ലോകത്തിൽ താൻ എത്തിയതുപോലെ അവൾക്ക് തോന്നി. അപ്പോൾ ഈ മകനെ യുദ്ധത്തിലേക്ക് അയക്കാനുള്ള ടെലിഗ്രാം വന്നപ്പോൾ തന്നെ ഈ സ്ത്രീക്ക് ഭയങ്കരമായിട്ട് വിഷമമായിട്ട് അത്രയ്ക്കും ദുഃഖത്തോടെയാണ് ആ ട്രെയിനിൽ കയറിയത്. അപ്പോഴാണ് അവിടെയുള്ള യാത്രക്കാർ പറഞ്ഞത്, എൻ്റെ 2 മക്കളും എൻ്റെ 3 മക്കളും 4 മക്കളും ഒക്കെ അവിടെയാണ് അറ്റ് ദ ഫസ്റ്റ് ഡേ ഓഫ് ദ വാർ, യുദ്ധത്തിൻ്റെ ആദ്യത്തെ ദിവസം തന്നെ എൻ്റെ മക്കളൊക്കെ അവിടെയാണ്. നിങ്ങളിപ്പോൾ 3ാമത്തെ ദിവസം ആയിട്ടും ഇപ്പോൾ പറഞ്ഞയക്കുന്നതിൽ നിങ്ങളെ അവരോട് അധികം സഹതാപമൊന്നും ആർക്കും തോന്നുന്നില്ല. അപ്പോൾ അവസാനമായിട്ട് സംസാരിച്ച ആൾ പറയാന്ന്, എൻ്റെ മകൻ മരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്, അവന് വീരനായിട്ടാണ്, വീരമൃത്യുവാണ് അവൻ്റേത്, അവന് അതിലൊരു പശ്ചാത്താപം ഇല്ലാതെയായി ഒരു വീരനായാണ് മരിച്ചതെന്ന് പറയാണ്. അപ്പോൾ അവൾക്ക് സ്വയം തോന്നുകയാണ് താൻ വേറെ ഏതോ ഒരു ലോകത്തെത്തിയ പോലെ, ധൈര്യം സംഭരിച്ച് താൻ വേറെ ഏതോ ഒരു ഇതുവരെ അറിയാത്തൊരു പുതിയ ലോകത്തിലേക്ക് താൻ എത്തിയതുപോലെ ആ അമ്മയ്ക്ക് തോന്നി. She was so pleased to hear everyone joining in congratulating that brave father. ആ ധീരനായ അച്ഛനെ എല്ലാവരും അഭിനന്ദിക്കുന്നത് കേട്ട് അവൾക്ക് സന്തോഷമായി. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആൾ പറഞ്ഞു, തൻ്റെ മകൻ വീരമൃത്യു വരിച്ച കാര്യം എല്ലാവരോടും പറഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പാസഞ്ചേഴ്സ് എല്ലാവരും ആ അച്ഛനെ കൺഗ്രാജുലേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. മകൻ്റെ മരണത്തെ ധൈര്യത്തോടെ സ്വീകരിച്ച അച്ഛനെ എല്ലാവരും ബഹുമാനിക്കുകയാണ് ചെയ്യുന്നത്. സോ സ്റ്റോട്ടിക്കലി സ്പീക്കിംഗ് ഓഫ് ഹിസ് ചൈൽഡ്സ് ഡെത്ത്. സ്വന്തം മകൻ്റെ മരണത്തെ അത്രയും ധൈര്യത്തോടെയും വികാരമില്ലാത്തതുപോലെയും അദ്ദേഹം സംസാരിക്കുകയായിരുന്നു. ദെൻ സഡൻലി ആസ് ഇഫ് വേക്കിംഗ് അപ്പ് ഫ്രം എ ഡ്രീം. പെട്ടെന്ന് ഒരു സ്വപ്നത്തിൽ നിന്ന് ഉണർന്നതുപോലെ ഷീ ടേൺ ടു ദ ഓൾഡ് മാൻ ആസ്കിങ് ഹിം. അവൾ ആ വൃദ്ധനോട് തിരിഞ്ഞു ചോദിച്ചു, ദെൻ ഈസ് യുവർ സൺ ഓൾറെഡി റിയലി ഡെഡ്? അപ്പോൾ നിങ്ങളുടെ മകൻ ശരിക്കും മരിച്ചോ? എവ്രിവൺ സ്റ്റേർഡ് അറ്റ് ഹെർ. എല്ലാവരും അവളെ അതിശയത്തോടെ നോക്കി. ദ ഓൾഡ് മാൻ ടു ടേൺ ടു ലുക്ക് അറ്റ് ഹെർ. ആ വൃദ്ധനും അവളിലേക്ക് തിരിഞ്ഞു നോക്കി. ഹി ഫിക്സ്ഡ് ഹിസ് ഗ്രേറ്റ് ബൾഗിങ് ഹൊറിബ്ലി വാട്ടറി ഐസ് ഡീപ്പ് ഇൻ ഹെർ ഫേസ്. വലുതും പുറത്തു തള്ളിയതുമായ കണ്ണുനീർ നിറഞ്ഞ കണ്ണുകൾ കൊണ്ട് അയാൾ അവളുടെ മുഖത്തേക്ക് നോക്കി. ഫോർ സം ടൈം ഹി ട്രൈഡ് ടു ആൻസർ ബട്ട് വേർഡ്സ് ഫെയിൽഡ് ഹിം. കുറച്ചുനേരം മറുപടി പറയാൻ ശ്രമിച്ചെങ്കിലും വാക്കുകൾ അദ്ദേഹത്തെ വിട്ടുപോയി. ഹി ലുക്ക്ഡ് അറ്റ് ഹെർ. അയാൾ അവളെ തുടർച്ചയായി നോക്കിക്കൊണ്ടിരുന്നു. ഇറ്റ് വാസ് ആസ് ഇഫ് ഓൺലി ദെൻ ഹി ഹാഡ് സഡൻലി റിയലൈസ്ഡ് അറ്റ് ലാസ്റ്റ് ദാറ്റ് ഹിസ് സൺ വാസ് റിയലി ഡെഡ്, ഗോൺ ഫോർ എവർ. അപ്പോഴാണ് തൻ്റെ മകൻ ശരിക്കും മരിച്ചുപോയി, എന്നേക്കുമായി നഷ്ടമായി എന്ന് അദ്ദേഹം യാഥാർത്ഥ്യത്തിൽ
തിരിച്ചറിഞ്ഞതുപോലെ തോന്നി. ഹിസ് ഫേസ് കോൺട്രാക്റ്റഡ് ആൻഡ് ബിക്കെയിം ഹൊറിബ്ലി ഡിസ്റ്റോർട്ടഡ്. അദ്ദേഹത്തിൻ്റെ മുഖം ചുരുങ്ങി ഭയപ്പെടുത്തുന്ന രീതിയിലായി മാറി. ദെൻ ഹീ സ്നാച്ച്ഡ് എ ഹാൻഡ് കർച്ചീഫ് ഫ്രം ഹിസ് പോക്കറ്റ്. ശേഷം അദ്ദേഹം പെട്ടെന്ന് പോക്കറ്റിൽ നിന്നൊരു കൈത്തുണി കർച്ചീഫ് എടുത്ത് കണ്ണുനീർ നിയന്ത്രിക്കാൻ ശ്രമിക്കുകയാണ്. And to the amazement of everyone, broke into harrowing heartbreaking. എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം ഹൃദയഭേദകമായി കരഞ്ഞു തുടങ്ങി. അപ്പോൾ എന്താ ഉണ്ടായതെന്ന് വെച്ചാൽ, കഥയുടെ അവസാനം തൻ്റെ മകൻ രാജ്യത്തിനായി സന്തോഷത്തോടെ മരിച്ചതായി പറഞ്ഞ ധൈര്യത്തോടെ സംസാരിച്ചെന്ന ആ വൃദ്ധനായ അച്ഛനെ എല്ലാവരും അഭിനന്ദിക്കുന്നു. അദ്ദേഹം ദുഃഖം പുറത്തു കാണിക്കാതെ ശക്തനായി നിൽക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് കേട്ടിരുന്ന സ്ത്രീക്ക് ആദ്യം തോന്നിയത്, ഞാൻ മാത്രമാണ് ദുർബലയായ ഒരു മാതാവാണ്, എൻ്റെ മകന് വരുമ്പോൾ മാത്രമാണ് എനിക്ക് ബാക്കിയുള്ള അച്ഛനും അമ്മയ്ക്കും ഒരു കുഴപ്പമില്ലല്ലോ, ഞാനാണ് ദുർബല എന്ന് സ്വയം തോന്നുകയാണ്. പക്ഷെ പെട്ടെന്ന് അവളൊരു ചോദ്യം ചോദിച്ചു ആ അച്ഛനോട്. നിങ്ങളുടെ മകൻ ശരിക്കും മരിച്ചോ എന്ന് ചോദിക്കുകയാണ്. ഈ ചോദ്യം കേട്ട നിമിഷത്തിലാണ് ആ വൃദ്ധൻ തൻ്റെ മകൻ ശരിക്കും എന്നേക്കുമായി നഷ്ടമായതെന്ന ആഴത്തിൽ തിരിച്ചറിയുന്നത്. അതുവരെ അദ്ദേഹം തൻ്റെ ദുഃഖം ഒളിപ്പിക്കുകയായിരുന്നു, ദേശസ്നേഹത്തെക്കുറിച്ച് സംസാരിച്ച് സ്വയം ആസ്വദിക്കുകയായിരുന്നു. പക്ഷേ ആ ചോദ്യം അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ യഥാർത്ഥ വേദന പുറത്തു കൊണ്ടുവരികയാണ്. അവസാനം അദ്ദേഹം നിയന്ത്രണം വിട്ട് ഹൃദയഭേദകമായി പൊട്ടിക്കരയാണ്. കഥയുടെ സമ്മറി എന്താണെന്ന് വെച്ചാൽ, മാതാപിതാക്കളുടെ സ്നേഹം വളരെ ശക്തമാണ്. യുദ്ധം മനുഷ്യരുടെ ജീവിതത്തിൽ വലിയ ദുഃഖമാണ് സൃഷ്ടിക്കുന്നത്. ഒരിക്കലും ഒരു നല്ലതിനു വേണ്ടി യുദ്ധം ഉണ്ടാവില്ല. എത്ര ധൈര്യമായി സംസാരിച്ചാലും ഒരു മകൻ്റെ മരണം ഒരു മാതാപിതാവിന് സഹിക്കാനാവാത്ത വേദനയാണെന്നാണ് ഈ ചാപ്റ്ററിലൂടെ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ ഓഫ് എവറി സെൻറ്റൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ ആക്ടിവിറ്റീസ് ആവും ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാവുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലൊക്കെ ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ ഗൈസ്, താങ്ക് യു.